നമസ്കാരം. നമ്മൾ ഗണിതത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ് ഓർക്കുന്നില്ലേ? നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എല്ലാവരും ഓർക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ആദ്യം ഒരു ചതുരമുണ്ടാക്കി അല്ലേ? ചതുരത്തിൻ്റെ അളവുകളൊന്നും മാറ്റാതെ തന്നെ ആ ചതുരത്തെ നമ്മൾ സാമാന്തരികമാക്കി അല്ലേ? ഓർക്കുന്നില്ലേ എല്ലാവരും? എന്താണ് ചെയ്തത്? ഇതാ നോക്കൂ, ഇവിടെ രണ്ട് ചിത്രങ്ങൾ കണ്ടില്ലേ? ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചത്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് ചതുരം, അതേ അളവിലുള്ള അടുത്ത ചിത്രം സാമാന്തരികം. അപ്പോൾ ചോദിക്കട്ടെ, ഈ ചതുരവും സാമാന്തരികവും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി ഇവ തമ്മിൽ ഒരു ബന്ധമില്ലായ്മയുണ്ട്. അതാണ് ടീച്ചർ ഇന്ന് പറയാൻ വിചാരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു ചതുരവും സാമാന്തരികവും തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ട്. ആ ചതുരവും സാമാന്തരികവും തമ്മിൽ എവിടെയോ ഒരു ചേർച്ചക്കുറവ്, അതായത് ഒരു ബന്ധമില്ലായ്മ. അത് എന്താണ് എന്നാണ് ടീച്ചർ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും കേൾക്കണ്ടേ? അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടി പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചതുരവും ഒരു സാമാന്തരികവും വരച്ചു കാണിച്ച് അല്ലേ? എന്നിട്ട് നമ്മൾ എന്തു പറഞ്ഞു? ചതുരത്തിന് 4 വശങ്ങളുണ്ട് അല്ലേ? സാമാന്തരികത്തിന് 4 വശങ്ങളുണ്ട്. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളാണ്. സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളാണ്. ഓർമ്മയില്ലേ പറഞ്ഞത്? ഒരിക്കൽ കൂടി പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ടീച്ചറെ കൂടെ ചേർന്ന് എല്ലാവരും പറഞ്ഞോളൂ. ഇതാ ഇവിടെ നോക്കി എഴുതി വായിക്കാം. എന്താണ്? നോക്കൂ, ചതുരത്തിന് 4 വശങ്ങൾ ഉണ്ട്. സാമാന്തരികത്തിന് 4 വശങ്ങൾ ഉണ്ട്. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളാണ്. സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളാണ്. ചതുരത്തിൻ്റെ 4 കോണുകളും 90 ഡിഗ്രിയിലാണ്. സാമാന്തരികത്തിൻ്റെ 4 കോണുകളും 90 ആണോ? നോക്കൂ, ആണോ? അല്ല, അല്ലേ അല്ല. സാമാന്തരികത്തിൻ്റെ കോണുകൾ 90 ഡിഗ്രിയിലല്ല. അപ്പോൾ പിന്നെ അതെന്താണ് ആ കോണുകൾ? നമുക്ക് നോക്കാം. നിങ്ങൾ ഇതേപോലെ വ്യത്യസ്തമായ കുറേ ചിത്രങ്ങൾ നോക്കൂ. ഇതാ ഈ ചിത്രങ്ങൾ നോക്കൂ. എന്തെല്ലാം ചിത്രങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഓരോ ചിത്രങ്ങളാണ് അല്ലേ? കാണുന്നില്ലേ? ഈ ചിത്രങ്ങളിൽ പല ഭാഗങ്ങളിലും കോണുകൾ കാണുന്നുണ്ട് അല്ലേ? നോക്കൂ, ഒന്നാമത്തെ ചിത്രത്തിൻ്റെ കോൺ കണ്ടില്ലേ? ആ കോൺ അടയാളപ്പെടുത്തിയ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അടുത്തത് നോക്കൂ, രണ്ടാമത്തെ ചിത്രത്തിൻ്റെ കോൺ. ഇത് രണ്ടും ഒരേപോലെയാണോ? അല്ല അല്ലേ? ഇവ കോണുകൾ വ്യത്യസ്തമാണ്. മൂന്നാമത്തെ ചിത്രം നോക്കൂ, ഇതും വ്യത്യസ്തമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കോണുകൾ പല വിധമുണ്ട് അല്ലേ? കോണുകൾ പല വിധമുണ്ട്. കോണുകളെ അവയുടെ അളവുകൾ അനുസരിച്ച് പേരുകൾ ചേർത്ത് വിളിക്കാം. കോണുകൾ അവയുടെ അളവുകൾക്കനുസരിച്ച് വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്താ പറഞ്ഞത്? കോണുകൾ അവയുടെ അളവുകൾക്കനുസരിച്ച് വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുന്നത്. കോണുകൾ
അവയുടെ അളവുകൾക്കനുസരിച്ച് വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാവരും അതൊന്ന് എഴുതിയെടുത്ത് മനസ്സിലാക്കിക്കോളൂ. വ്യത്യസ്ത അളവുകളുള്ള കോണുകളുണ്ട്, അവയ്ക്ക് വ്യത്യസ്ത പേരുകളുമുണ്ട്. നമുക്ക് ഒരു കോണ് ഇവിടെ കാണാം. കോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയില്ലേ എവിടെയെല്ലാം കോണുകൾ രൂപപ്പെടുന്നുണ്ട്? കോൺ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു കോണ് കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കോൺ എന്താണെന്ന് മനസ്സിലാവും അല്ലേ? നമുക്കൊരു കോൺ ഇവിടെ കാണാം. ഈ കോൺ നോക്കൂ. ഈ കോൺ എങ്ങനെയുണ്ട്? ഇതിന് നമ്മൾ ഒരു വരയ്ക്ക് നേരെ കുത്തനെ മുകളിലോട്ട് ഒരു വര വരച്ചു, അവിടെ ഒരു കോൺ രൂപപ്പെട്ടു. ഇതാ കണ്ടില്ലേ? എല്ലാവരും നോക്കൂ. ഈ കോണിനെ തന്നെ നമുക്ക് അളവുകൾ മാറ്റി നോക്കാം. ഇവിടെ നോക്കൂ, ഈ കോണിനെ കണ്ടില്ലേ? ഇപ്പോൾ വ്യത്യസ്തപ്പെടുത്തിയില്ലേ? ആദ്യം കണ്ട കോണിൽ നിന്ന് വ്യത്യാസമുണ്ടോ? ഇപ്പോൾ ഉണ്ട്. വീണ്ടും നോക്കിക്കോളൂ. നോക്കൂ, ഇതേ കോണ് തന്നെ മറ്റൊരളവിലേക്ക് മാറി അല്ലേ? അപ്പോൾ നമ്മൾ ഈ കോണുകളെ എല്ലാം അളവിനനുസരിച്ച് മാറിയതുപോലെ തന്നെ ഇവയുടെ പേരും മാറി വരും. മനസ്സിലായോ? കോണുകൾ അളവുകൾ മാറ്റുന്നത് പോലെ തന്നെ ഇവയുടെ പേരുകളും മാറി വരും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കോണുകൾ അളന്നു നോക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? കോൺ അളക്കാൻ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രൊട്രാക്ടർ വെച്ച് എത്ര ഡിഗ്രിയിലുള്ള കോണാണ് എന്ന് നമ്മൾ അളന്ന് എഴുതിയവരാണ്. എല്ലാവർക്കും ഓർമ്മയില്ലേ? അതേപോലെ നിങ്ങൾ ഇപ്പോൾ ടീച്ചർ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത് പറയാം. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണേ. നമ്മൾ ടീച്ചർ ഇപ്പോൾ വ്യത്യസ്ത അളവുകളുള്ള പല കോണുകളും കാണിച്ചില്ലേ? നിങ്ങൾ അതേപോലെ ഒരു പേപ്പറിൽ നിങ്ങൾ നോട്ട് ബുക്കിൽ വ്യത്യസ്ത കോണുകൾ വരച്ച് വയ്ക്കുക. ജസ്റ്റ് വെറുതെ ഒരു കോണ് വരയ്ക്കുക, അതിൽ നിന്ന് വ്യത്യസ്ത അളവിൽ വേറെയൊരു കോണ് വരയ്ക്കുക, അതിലും ചെറുതോ വലുതോ ആയ മറ്റൊരു കോൺ വരയ്ക്കുക. അസൈൻമെൻറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ വ്യത്യസ്ത അളവുകളിൽ കോണുകൾ വരയ്ക്കുക. ഇതാ എഴുതിയെടുത്തോളൂ. കേട്ടെഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതാ കണ്ടില്ലേ? വ്യത്യസ്ത അളവുകളിലുള്ള കോണുകൾ വരയ്ക്കുക. എല്ലാവരും ചോദ്യം എഴുതി കഴിഞ്ഞില്ലേ? ചോദ്യം എഴുതി കഴിഞ്ഞ് ഈ ടീച്ചർ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. പുതിയ കാര്യമല്ല, നമ്മൾ പരിചയമുള്ള കാര്യം തന്നെ. ടീച്ചർ പറഞ്ഞത് കോണുകളുടെ പേരുകളെക്കുറിച്ച്. അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും പേരറിയാൻ ആഗ്രഹമുണ്ടാവും അല്ലേ? അപ്പം കോണിൻ്റെ പേര് ഇത് നോക്കൂ. കണ്ടില്ലേ? ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ചിത്രം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? വളരെ സിമ്പിളാണ് അല്ലേ? വളരെ എളുപ്പമാണ്. എന്താണ്? ഒരു വര വരയ്ക്കുകയും അതിന് ഒരു ലംബ വര വരയ്ക്കുകയും ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ടീച്ചർ അതിൻ്റെ മുന്നിലെ ക്ലാസ്സിലും വരച്ച് കാണിച്ചതാണ്. അന്ന് നമ്മൾ ഈ കോണിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ലംബ വരകളെ കുറിച്ച് മാത്രമാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ കോണിൻ്റെ പ്രത്യേകത. എന്താണ് ഈ കോണിൻ്റെ പ്രത്യേകത? എന്താണ് ഈ കോണിൻ്റെ പ്രത്യേകത? ഈ കോണ് 90 ഡിഗ്രിയിലാണ്. 90 ഡിഗ്രി എങ്ങനെയാണ് അളക്കുന്നതെന്ന് നമ്മൾ
പഠിച്ചതാണ് അല്ലേ? പ്രൊട്രാക്ടർ വെച്ച് നേരെ മുകളിലുള്ള 90 അടയാളപ്പെടുത്തിയാൽ കിട്ടുന്നതാണ് നമ്മളുടെ 90 ഡിഗ്രി അല്ലേ? നമ്മൾ മുമ്പ് കണ്ട ചിത്രത്തിൽ പലതും 90 ഡിഗ്രിയിലായിരുന്നു അല്ലേ? നമ്മൾ ഒരു മേശയുടെ ഒരു കോൺ അടയാളപ്പെടുത്തി കാണിച്ചില്ലേ, മൂല, അത് 90 ഡിഗ്രി ആയിരുന്നു. വേറെയും കുറേ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ജനലിൻ്റെ ഒരു കോൺ അടയാളപ്പെടുത്തി കാണിച്ചില്ലേ, അതും 90 ഡിഗ്രി ആയിരുന്നു. അതേപോലെയാണ് ഈ കോണുള്ളത്. ഈ കോണ് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 90 ഡിഗ്രിയിൽ വരുന്ന കോണുകൾക്കെല്ലാം ഒരേ പേര് വിളിക്കാം. എന്താണ് ആ പേര്? അറിയാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചതാണ്. ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം. എന്താണ് ഈ പേര്? 90 ഡിഗ്രിയുള്ള കോണിൻ്റെ പേരെന്താണ്? അതെ, ഇതാണ് മട്ടകോൺ. എന്താണ്? മട്ടകോൺ. ഇത് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നു അല്ലേ? നമ്മൾ അത് രണ്ട് പേരും പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മട്ടകോണാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്നും കൂടി പഠിച്ചത് അല്ലേ? നോക്കൂ, ഇതാ മട്ടകോൺ, റൈറ്റ് ആംഗിൾ. മനസ്സിലായില്ലേ? എഴുതി വെച്ചോളൂ ചിത്രത്തിൻ്റെ അടിയിൽ. ചിത്രം നിങ്ങൾ പിന്നീട് വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തു പറയാം? ഇതിനൊരു വിവരണം പറയാം. എങ്ങനെയാണ് പറയുന്നത്? ശ്രദ്ധിക്കൂ. 90 ഡിഗ്രിയിൽ ഉള്ള കോണുകളെ മട്ടകോണുകൾ എന്ന് പറയുന്നു. ഇതാ ഹെഡിങ് കണ്ടില്ലേ? മട്ടകോൺ. എന്നിട്ട് ഒരു കോണ് 90 ഡിഗ്രിയിൽ വരച്ച് വീണ്ടും ഇതാ 90 ഡിഗ്രിയിലുള്ള കോണുകളെ മട്ടകോണുകൾ എന്ന് പറയുന്നു. എല്ലാവരും എഴുതിയെടുക്കണേ. ഇതാ എഴുതിയെടുത്തോളൂ. ഒരു തവണയും കൂടി ടീച്ചർ വായിക്കാം. കൂടെ വായിച്ച് എഴുതിക്കോളൂ. 90 ഡിഗ്രിയിലുള്ള കോണുകളെ മട്ടകോണുകൾ എന്ന് പറയുന്നു. ബ്രേക്കറ്റിൽ റൈറ്റ് ആംഗിൾ എന്ന് കൂടി എഴുതിക്കോളൂ. മനസ്സിലായില്ലേ? കണ്ടില്ലേ? ഇനി മറ്റൊരു കോണ് നോക്കൂ. വേറെ ഈ ചിത്രം നോക്കൂ. വ്യത്യാസമുണ്ട് അല്ലേ? എന്താണ് വ്യത്യാസം? ആദ്യം കാണിച്ച കോണിൽ നിന്ന് കുറച്ചുകൂടി അടുത്തു വന്നു അല്ലേ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് അളവ് ചെറുതായി വന്നു അല്ലേ? ആദ്യം കാണിച്ച കോണിനേക്കാൾ ചെറിയ അളവിലുള്ള കോണ്. ഇതിന് നമുക്കൊരു പേര് പറയണ്ടേ? ആദ്യത്തെ കോണിന് ഒരു പേരിട്ട്. ഈ കോണ് ഇങ്ങനെ അളവ് ചെറിയതായി വന്നാൽ ഈ കോണിന് എന്ത് പേര് പറയും? എന്ത് പറയും? നിങ്ങൾ പഠിച്ചതാണ്, ഓർത്തു നോക്കൂ. അതെ, എന്താണ് പേര്? ന്യൂന കോൺ. ന്യൂന കോൺ. 90 ഡിഗ്രിയിലും കുറവ് അളവുകളിലുള്ള കോണുകളെ ന്യൂന കോൺ എന്ന് പറയുന്നു. ഒന്നും കൂടി പറയാം. 90 ഡിഗ്രിയിലും കുറവ് അളവുകളുള്ള കോണുകളെ ന്യൂന കോൺ എന്ന് പറയുന്നു. 90 ഡിഗ്രിയിൽ കുറവ് അളവുകളുള്ള കോണുകളെ ന്യൂനകോൺ എന്ന് പറയുന്നു. എന്താണ്? ഒന്നും കൂടി പറയാം. 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകളെ ന്യൂനകോൺ എന്ന് പറയുന്നു. ഇതാ ഇവിടെ എഴുതിയില്ലേ? ഇതിൻ്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ് എഴുതിയത്? വായിച്ചു നോക്കൂ എല്ലാവരും. 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകളെ ന്യൂനകോൺ എന്ന് പറയുന്നു. 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകളെ ന്യൂനകോൺ
എന്ന് പറയുന്നു. 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകളെ ന്യൂനകോൺ എന്ന് പറയുന്നു. ഇതാ കൂടെ വായിച്ചോളൂ. 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകളെ ന്യൂനകോൺ എന്ന് പറയുന്നു. നോക്കൂ, ചിത്രം എഴുതിയത് നോക്കൂ. ന്യൂനകോൺ. ന്യൂനകോൺ കണ്ടില്ലേ? വ്യത്യസ്ത ന്യൂനകോണുകൾ കണ്ടില്ലേ? ഓരോ കോണിൻ്റെയും അളവുകൾ നോക്കൂ. ഒന്ന് 60, അടുത്തത് 40. അതിനടുത്ത കുഞ്ഞിക്കോണോ? അതെത്ര അളവ്? അതിനടുത്തൊരു ചെറിയ കോണ് 20 അല്ലേ, 20 അളവ്. അപ്പോൾ നമ്മൾ മട്ടക്കോണ് വരച്ചപ്പോൾ എന്താ ഉണ്ടായത്? 90 മാത്രം. അപ്പോൾ അത് ഒരു കോണ് 90. എന്നാൽ ന്യൂനകോൺ ആകുമ്പോഴോ 90ൽ താഴെയുള്ള എത്രയോ കോണുകൾ വരയ്ക്കാം അല്ലേ? നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് വരച്ചു നോക്കൂ. 90ൽ താഴെ ഡിഗ്രിയുള്ള നിരവധി കോണുകൾ നമുക്ക് വരയാം. ഇവിടെ ഇപ്പോൾ കാണിച്ച ഈ ചിത്രത്തിൽ നോക്കൂ, 60, 40, 20. ഇനി നിങ്ങൾക്ക് ഇതിലും മാറ്റി ന്യൂനകോണുകൾ ഇഷ്ടം പോലെ വരയ്ക്കാം അല്ലേ? ഇത് നല്ല രസമുണ്ട് അല്ലേ? ഇങ്ങനെ വരച്ച് നോക്കാൻ നമുക്ക് വരയ്ക്കാം. ടീച്ചർ ഒരു കാര്യം കൂടി പറയട്ടെ. അതുകൂടി പറഞ്ഞിട്ട് മൂന്നാമത് ഒരാളെ കൂടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് മൂന്നാളെയും വീണ്ടും നോക്കാം. ഓക്കെ? ഈ ചിത്രം നോക്കൂ, എല്ലാവരും നോക്കൂ. ഇതും ഒരു കോൺ ആണ് അല്ലേ? ഈ കോണിന് എന്താ പ്രത്യേകത? ഈ കോണിന് നമ്മൾ മുമ്പ് കണ്ട കോണുകളുമായിട്ട് പ്രത്യേകതകളുണ്ട്, വ്യത്യാസമുണ്ട് അല്ലേ? എന്താണ് വ്യത്യാസം? നോക്കൂ, നന്നായിട്ട് നോക്കൂ. ഈ കോൺ നന്നായി വിടർന്നിരിക്കുന്നു അല്ലേ? നമ്മൾ ആദ്യം കണ്ട കോൺ നേരെ ആയിരുന്നെങ്കിൽ ഈ കോൺ അതിനേക്കാളും വിടർന്നിരിക്കുന്നു അല്ലേ? അതാണ് കോൺ തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത് നമ്മൾ കാണിച്ച കോണ് വളരെ ചെറുതായിട്ടായിരുന്നു തോന്നിയത്. ഇപ്പോൾ കാണിച്ച കോണ് വിടർന്നു കാണുന്നു. അപ്പോൾ നമുക്ക് ഇത് ഡിഗ്രി അളവിൽ ഇതിനെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? ഇത് 90 ഡിഗ്രി ആണോ? അല്ല. 90 ഡിഗ്രിയിൽ കുറവാണോ? അല്ല. പിന്നെയോ 90 ഡിഗ്രിയിൽ കൂടുതലാണ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിന് പേര് എന്ന് നോക്കാം. ഇങ്ങനെയുള്ള കോണുകളുടെ പേര് ബൃഹത് കോൺ. എന്താണ്? ബൃഹത് കോൺ. എഴുതിയത് കണ്ടില്ലേ? ബൃഹത് കോൺ. എന്താണ് പറയേണ്ടത്? പറയാം. 90 ഡിഗ്രിയിൽ കൂടുതൽ അളവുള്ള കോണുകളെ ബൃഹത് കോണുകൾ എന്ന് പറയുന്നു. പറയട്ടെ. 90 ഡിഗ്രിയിൽ കൂടുതൽ അളവുകളുള്ള കോണുകളെ ബൃഹത് കോൺ എന്ന് പറയുന്നു. ഇതാ എഴുതിയത് വായിച്ചു നോക്കൂ. 90 ഡിഗ്രിയിൽ അധികമുള്ള കോണുകളെ ബൃഹത് കോൺ എന്ന് പറയുന്നു. എല്ലാവരും എഴുതിയെടുക്കണേ. ടീച്ചർ ഇപ്പോൾ പരിചയപ്പെടുത്തിയ 3 കോണിൻ്റെ പേരും അവയുടെ വിശേഷണങ്ങളും എല്ലാവരും പുസ്തകത്തിൽ എഴുതി വെക്കണം. എഴുതി വെക്കില്ലേ? അപ്പോൾ നമ്മൾ 3 കോണുകൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. എന്തിനാണ് ഇവ വീണ്ടും പറഞ്ഞത് എന്ന് നോക്കണ്ടേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണെങ്കിലും ഇപ്പോൾ വീണ്ടും ടീച്ചർ ഇത് ഓർമ്മപ്പെടുത്തിയത് എന്തിനായിരിക്കും? ആലോചിച്ച് നോക്കൂ. നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുന്നത് ഈ കോണുകളെ അവലംബിച്ചുകൊണ്ടാണ്. ഈ കോണുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി പുതിയൊരു കാര്യം പറയാം. ഇതെല്ലാവരും പുസ്തകത്തിൽ ഉണ്ടാവുമല്ലോ.
മറ്റൊരു ചിത്രം നോക്കൂ. എന്താണ് ഇവിടെ ചെയ്തത്? ഒന്നുമില്ല അല്ലേ? എന്താണ്? ഒരു വര. നമ്മൾ ആദ്യം മുതലേ വരയ്ക്കാൻ തുടങ്ങിയതാണ് ഒരു വര. പിന്നെയോ ആ വരയിൽ നിന്ന് മുകളിലേക്ക് ലംബമായി ഒരു വര. വളരെ എളുപ്പമല്ലേ? ഇത് മാത്രമാണ് ഇപ്പം ചെയ്തത്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഇവിടെ ഇപ്പോൾ രണ്ട് കോണുകളുണ്ട് അല്ലേ? രണ്ട് കോണുകൾ. ഒരു വരയ്ക്ക് മുകളിലേക്ക് മറ്റൊരു വര വരച്ചപ്പോൾ രണ്ടാമത് വരച്ച വരയുടെ ഇടതും വലതുമായി രണ്ട് കോണുകൾ രൂപപ്പെട്ടു അല്ലേ? ആദ്യം വരച്ച വരയുടെ മുകളിൽ രണ്ടാമത് വരച്ച വരയുടെ ഇരുവശത്തും രണ്ട് കോണുകൾ രൂപപ്പെട്ടു അല്ലേ? അപ്പോൾ ഈ കോണുകൾക്ക് എന്താണ് പ്രത്യേകത? ഈ രണ്ട് കോണുകളും എത്ര ഡിഗ്രിയിലാണ്? ടീച്ചർ ഇപ്പോഴും പറഞ്ഞു നിർത്തിയത് വെച്ച് ഒന്ന് ആലോചിച്ച് പറയൂ. ഈ രണ്ട് കോണുകളും എത്ര ഡിഗ്രിയിലാണ്? ശരിയാണ്, ഈ രണ്ട് കോണുകളും. ഒരു കോണ് 90 ഡിഗ്രി, അതാ കണ്ടില്ലേ? രണ്ടാമത്തെ കോണ് 90 ഡിഗ്രി അല്ലേ? നമ്മൾ വളരെ ലളിതമായിട്ടൊരു വര വരച്ചു, മുകളിലോട്ടൊരു വര വരച്ചു. അപ്പോൾ രണ്ട് കോണുകൾ രൂപപ്പെട്ടു. ഓരോ കോണും 90 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? ടീച്ചർ ഒരു കാര്യം പറയാം, നന്നായി ശ്രദ്ധിച്ചോളൂ. ഒരു വരയ്ക്ക് മുകളിൽ 90 ഡിഗ്രി കോണളവുകൾ ചേർന്ന രണ്ട് കോണുകൾ ഉണ്ട്. എന്താണ്? ഒരു വരയ്ക്ക് ലംബം വരച്ചപ്പോൾ അതിൻ്റെ ഇരുവശത്തും കോണുകൾ രൂപപ്പെട്ടു. ഇവ ഓരോന്നും 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ്? രണ്ട് 90 ഡിഗ്രി കോണുകൾ അല്ലേ? ഈ രണ്ട് 90ഉം കൂടി ചേർത്ത് നോക്കൂ, എത്ര ഉണ്ടാകും? 90 അധികം 90 എത്രയാ? 180. എല്ലാവർക്കും കിട്ടിയില്ലേ? രണ്ട് കോണുകൾ 90 ആയതുകൊണ്ട് അവ രണ്ടും ചേർത്തപ്പോൾ 180 ഡിഗ്രി. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു വരയ്ക്ക് മുകളിൽ 180 ഡിഗ്രി അളവ് ഉണ്ട്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് ടീച്ചർ 180 എന്ന് എത്തിയത്? മനസ്സിലായിട്ടില്ലേ? നമ്മൾ കോണ് 90ഉം അടുത്ത കോണ് 90ഉം രണ്ടും ചേർത്ത് 180 ഡിഗ്രി. എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നാൽ മറ്റൊരു കാര്യം ചെയ്യാം. ഈ വരയ്ക്ക് മുകളിലോട്ട് വരച്ച വരയില്ലേ, അതിനെ നമുക്ക് താഴോട്ടൊന്ന് നീട്ടി നോക്കാം. നോക്കൂ, ഒരു വര, അതിൻ്റെ മുകളിലോട്ട് വരച്ച വരയെ താഴോട്ട് നീട്ടി വരച്ചു. ഇപ്പോൾ എത്ര കോണുണ്ട് നോക്കൂ. ഇപ്പോൾ അതെ, കോൺ 1, കോൺ 2, കോൺ 3, കോൺ 4 അല്ലേ? ആദ്യം വരച്ച വരയ്ക്ക് മുകളിൽ 2 കോണ്, താഴെ 2 കോണ് അല്ലേ? ആദ്യം വരച്ച വരയ്ക്ക് മുകളിൽ 2 കോണ്, അടിവശത്തും 2 കോണ്. ഓരോ കോണും എത്ര ഡിഗ്രിയിലാണുള്ളത് നോക്കൂ. ആദ്യത്തെ കോൺ 90 ഡിഗ്രി അല്ലേ? രണ്ടാമത്തെ കോൺ 90 ഡിഗ്രി. മൂന്നാമത്തെ കോണോ അടിയിലുള്ളത്, അതും 90 ഡിഗ്രി. അവസാനത്തെ കോണ് നാലാമത്തെ കോണോ, അതും 90 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് 4 കോണുകൾ 90 ഡിഗ്രിയിലുള്ള അളവിൽ കിട്ടിയിരിക്കുന്നു. എന്താണ്? 90 ഡിഗ്രി അളവിൽ 4 കോണുകൾ ഇവിടെ ഉണ്ട്.
നേരത്തെ നമ്മൾ മുകളിൽ 2 കോണ് വരച്ചപ്പോൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ താഴെയും 180 ഡിഗ്രി കോണ്. അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, ഈ 4 കോണും കൂടി എത്രയുണ്ട്? കൂട്ടി നോക്കൂ, കൂട്ടാനെല്ലാം അറിയില്ലേ? 90 90 90 90 4 90 എത്രയാണ്? എത്ര കിട്ടി? അതെ, 360 കിട്ടി അല്ലേ? എത്രയാണ്? 360. ഇതിൽ നിന്ന് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ആദ്യം പറഞ്ഞത് ഒരു വരയ്ക്ക് മുകളിൽ 180, അതേ വരയ്ക്ക് താഴെയും 180. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ നോക്കൂ, ആ വരച്ച വരയുടെ നടുക്ക് കണ്ടില്ലേ? സെൻറ്ററിൽ ഒരു പോയിന്റ് കണ്ടില്ലേ? ഈ സെൻറ്ററിൻ്റെ ചുറ്റും, ഈ കുത്തിൻ്റെ ചുറ്റും നോക്കൂ, അതിൻ്റെ ചുറ്റും കണ്ടോ 4 കോണിൻ്റെ? അത് 4ഉം കൂടി 360. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ബിന്ദുവിന് ചുറ്റും 360 ഡിഗ്രിയാണ് ഉള്ളത്. മനസ്സിലായില്ലേ എന്താണ് പറഞ്ഞത്? ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം മനസ്സിലാക്കിയതാണ്. നമ്മൾ ഒരു വര, അതിൻ്റെ ലംബ വര താഴോട്ട് വരച്ചു, അതിന് 4 കോണുകൾ ഉണ്ടായി. ഈ 4 കോണുകളും ഓരോന്നും 90 ഡിഗ്രിയാണ്. ഇവ 4ഉം കൂടി ചേർന്നപ്പോൾ 360 ഡിഗ്രിയിൽ ആയി. എന്താണ് ടീച്ചർ പറയാൻ പോകുന്നതെന്ന് ആദ്യം ഇത് മനസ്സിലായാലേ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു ബിന്ദുവിന് ചുറ്റും 4 കോണുകൾ രൂപപ്പെട്ടാൽ, എത്ര കോണുകൾ രൂപപ്പെട്ടാലും, 4 കോൺ ഇവിടെ വരച്ചത് കൊണ്ടാണ് ടീച്ചർ 4 എന്ന് പറഞ്ഞത്. നോക്കൂ, ഒന്ന് മാറ്റി വരച്ച് നോക്കാം. ഇങ്ങനെ വരച്ചാലോ? എന്നാലും 360 ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ ടീച്ചർ ആ 4 കോണിൻ്റെ അടുത്തുകൂടി ഒരു വര കൂടി വരച്ചു, അതേ പോയിന്റിലൂടെ. ഇപ്പോൾ എത്ര കോണുകൾ ഉണ്ടായി? എണ്ണി നോക്കൂ. ഇപ്പോഴും ഡിഗ്രി അളവ് മാറുന്നില്ല. ഇപ്പോഴും അവ എല്ലാം 360 ഡിഗ്രിയിലാണ്. ഇത് നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയില്ല എല്ലാവരും? ഈ കോണളവുകൾ എത്ര കോണുണ്ടാക്കിയാലും അവ ചേർത്ത് വായിക്കുമ്പോൾ 360 ഉണ്ടാകും. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇത്രയും കാര്യം പറയാം. ഒരു ബിന്ദുവിന് ചുറ്റും 360 ഡിഗ്രി ആണുള്ളത് എന്ന്. പിന്നെ ടീച്ചർ ഒരു കാര്യം കൂടി തുടങ്ങി വെക്കാം, അത് വിശദീകരിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ ആലോചിച്ചുറപ്പിച്ചോളൂ. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാവുമോ നോക്കാം. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ നമുക്ക് അത് വീണ്ടും പറയാം. എന്താണെന്നറിയോ? ഇത് നേരെയല്ലേ വരച്ചത് അല്ലേ? നേരെ ഒരു വര, മുകളിലോട്ടും നേരെ ലംബ വര വരച്ചു അല്ലേ? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചരിവ് വരയാക്കി നോക്കൂ. ആദ്യത്തെ വര നേരെ വരച്ചു, രണ്ടാമത്തെ വര ഒരു ചരിവ് വര വരച്ചു നോക്കൂ. കണ്ടില്ലേ ചരിവ് വര? ഇപ്പോൾ എന്താണ്? ഇപ്പോഴും കോണുകൾ 4 അല്ലേ? ഇപ്പോഴും കോണുകൾ 4 എണ്ണം. പക്ഷേ എണ്ണത്തിൽ 4 ആണെങ്കിലും അളവുകളിൽ വ്യത്യാസം കാണുന്നു അല്ലേ? എണ്ണത്തിൽ 4 കോണുകൾ, എന്നാലും കോണുകളുടെ അളവുകൾ വ്യത്യാസമാണ് അല്ലേ? ഇതിനാണ് നമ്മൾ ആദ്യം വ്യത്യസ്ത അളവുകളുള്ള കോണുകളെ പറ്റി പഠിച്ചത്. കോണുകൾ എപ്പോഴും 90 ഡിഗ്രിയിലല്ല, കോണുകൾ 90 ഡിഗ്രിയിൽ കുറവും 90ൽ കൂടുതലും ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ട കോണുകൾ നന്നായി നോക്കൂ, മനസ്സിലാവുന്നില്ലേ? 90 ഡിഗ്രിയിൽ അധികമുള്ള കോണും 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുമുണ്ട്. എന്നാലും ഇവിടെ ഒരു ബിന്ദുവിന് ചുറ്റും 360 ഡിഗ്രി തന്നെ കാണും. ഇന്ന് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ചെയ്യാം. എല്ലാവരും
മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? ശരി, നന്ദി.